എത്രമാത്രം ആത്മാർത്ഥതയോടെ, എത്രമാത്രം തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഈ നോമ്പ് അനുഷ്ഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആത്മവിചിന്തനം ചെയ്യുവാൻ ഈ സമയം നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ ഏവങ്കേലിയൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് സുപരിചിതമായ വേദഭാഗമാണ്, എല്ലാ വർഷവും വായിച്ചു കേൾക്കുന്ന വേദഭാഗം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിച്ചു കേട്ടതും ഈ നോമ്പിൻ്റെ ചിന്തകളിൽ ധാരാളമായി പങ്കുവയ്ക്കുന്നതും വിശ്വാസവും